മുന്നേയുള്ള ഒരു വീഡിയോയിൽ കോഴിക്കോട് SM സ്ട്രീറ്റിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ ഞങ്ങൾ അവിടുന്ന് വേറൊരു ബസ് കയറി പാളയം വന്നിറങ്ങി കേട്ടോ. എന്നിട്ട് അവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നൊരു പിടുത്തവും കിട്ടാത്തതുകൊണ്ട് ഫോണെടുത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് SM സ്ട്രീറ്റിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ എത്തിയ സമയത്ത് SM സ്ട്രീറ്റിലെ ഓരോ ഷോപ്പുകൾ ഓപ്പണായി വരുന്നേ ഉണ്ടായിരുന്നല്ലോ. ബാക്കിയുള്ള കടകളൊക്കെ ഓപ്പൺ ആവുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും കരുതി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഒരുപാട് കട കയറി ഇറങ്ങി കുറച്ച് ഡ്രസ്സ് എടുത്തു. പിന്നെ കുറച്ച് എന്തൊക്കെയോ ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ടേ. പിന്നെ SM സ്ട്രീറ്റ് മൊത്തം വെറുതെ ഒന്ന് കറങ്ങി. അപ്പോഴേക്കും ഉച്ച 12:30 കഴിഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾക്ക് 3 പേർക്കും ഉച്ച 2:20 ട്രെയിനിന് തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടതാണ്. അതുകൊണ്ട് ലഞ്ച് കഴിക്കാമെന്ന് കരുതി. അവിടെ അടുത്ത് തന്നെ കിട്ടാവുന്ന നല്ലൊരു മന്തി നോക്കി ഞങ്ങൾ നടന്നു. അത്ര വലിയ പരിചയമൊന്നുമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഗൂഗിൾ മാപ്പിനെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ആ സങ്കടപ്പെടുത്തുന്ന സത്യം ഞങ്ങൾ അറിഞ്ഞത്. അവിടെ മന്തി ആവാൻ കുറച്ചുകൂടി ലേറ്റ് ആവുമെന്ന്. അതുകൊണ്ട് അവിടുന്ന് ബിരിയാണി ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു കേട്ടോ. അങ്ങനെ ബിരിയാണിയും കഴിച്ച് മടങ്ങുന്ന വഴി ഭിക്ഷ എടുക്കുന്ന ഒരു ചേച്ചി ഞങ്ങളോട് പൈസക്ക് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഭക്ഷണം വാങ്ങിത്തന്നാൽ മതിയോന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഭക്ഷണം വേണ്ട, പൈസ മതി. അങ്ങനെ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ഞങ്ങളെ ട്രെയിന് ഒരു അരമണിക്കൂർ ലേറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമയം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയം കൂട്ടി. അങ്ങനെ വൈകുന്നേരം ഒരു 4:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കണ്ണൂരും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ കോഴിക്കോട് യാത്ര. ടാറ്റാ.